ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ആറാറിൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കങ്കുവ പടത്തിൽ ഇപ്പോൾ കണ്ട്. പടം നല്ല പടം തന്നെ. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, അതിനകത്ത് എഡിറ്റിംഗ് വർക്ക് അപ്പാര തന്നെ. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് എഡിറ്റിംഗ് വർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അവിടെ എഡിറ്റിംഗ് വർക്ക് ചെയ്ത ആൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ആർട്ട് വർക്ക്, എൻ്റെ പൊന്നടാവേ, ഇങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് അത് ഇങ്ങനെ ഒരു കപ്പലുണ്ടാക്കി ഇങ്ങനെ വെള്ളത്തിന് ഫുൾ ക്ലാരിറ്റി വെച്ച് സമ്മതിക്കണം ആ ഡിപ്പാർട്ട്മെൻറ്റ്. കൈ കൊട്ടിയേ പറ്റത്തുള്ളൂ അവർ, കാരണം സീരിയസ്ലി അവരും കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ നല്ല റിയലിസ്റ്റിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു പടം തന്നെയാണ്. പക്ഷേ ആദ്യം നോക്കിയപ്പോൾ നല്ല ഇതിക്കായിരുന്നു, നല്ല ഇതാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പടത്തിൽ ഈ ദിശ പട്ടാണി പിന്നെ എന്താ പറയുക, എനിക്ക് പറയാൻ കാര്യമില്ല. ആ ഒരു ഗ്രിപ്പ് പോയി എന്ന് വെച്ചാൽ ഫസ്റ്റ് സീൻ നമ്മൾ എന്താ പറയുക, സൂര്യയുടെ എൻട്രി വരുമ്പോൾ പുള്ളിയുടെ ആ ഒരു നമ്മൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവർ ഇടയ്ക്ക് കുത്തി കയറുമ്പോഴാണ് നമ്മുടെ ആ കോൺസെൻട്രേഷൻ പോകുന്നത്. പിന്നെയാണ് അത് പടത്തിൽ നമ്മൾ സാധാരണ കാണുന്ന ആയ കുറേ ബോയ്സ് എന്ന തീം നമ്മുടെ മീംസ് കുറേ പാട്ട് കേട്ടതില്ലേ, സെയിം അതുപോലെ തന്നെ ഒന്ന് രണ്ട് സാധനം കുത്തി കയറ്റി നമ്മൾ അതിനകത്ത് ശ്രദ്ധ മാറ്റിപ്പെടുകയും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ മനസ്സിലാക്കിയതോളം ഈ പടത്തിൽ രണ്ട് ഭാഗമായിട്ടാണ് കാണിക്കുന്നത് സൂര്യയുടെ, ഒന്ന് പാസ്റ്റും പ്രസൻറ്റും. ഞാൻ ആസ് എ ഓഡിയൻസ് എന്ന് വെച്ചാൽ ഫാൻ ബോയ് അല്ലെങ്കിലും ഒരു നോർമൽ മനുഷ്യനായിട്ട് പോയി കാണുകയും അല്ലാതെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഭാഗം, ഒന്ന് അപ്പുറത്തും കാണിക്കുന്നു ഇതും കാണിക്കുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നു അവിടെ കാണിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ആ നറേഷൻ കൊണ്ടുവരുന്ന രീതി എനിക്ക് അത്രയും മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒന്നെങ്കിൽ ഒരു സീനിൽ കാണിക്കണമെന്ന് സൂര്യയുടെ പണ്ടത്തെ അത് മൊത്തമായിട്ട് കാണിക്കുകയായിരുന്നെങ്കിൽ പടം ഇനിയും നല്ല രീതിയിൽ വിജയിക്കാമായിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ദിശ പട്ടാണിയുടെ ഒരു ഉള്ള കാര്യം പറയാമല്ലോ, സീരിയസ് കച്ചട ഒരു ആക്ടിങ്ങും ആ പടം ഇല്ലാതാക്കുന്ന ഇതുപോലത്തെ ആൾക്കാർ കുത്തി കയറ്റുന്നത് വളരെ മോശമുള്ള പരിപാടിയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം വെച്ചാൽ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഊള കോമഡിയും ഊള ഡയലോഗും പിന്നെ ചിരി തമാശയും ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ആ പടത്തിൻ്റെ ആ കോൺസെപ്റ്റ് നമ്മൾ വിട്ടുപോകും. പക്ഷേ നമുക്കിന്ന് മനസ്സിലാക്കുന്നത് സൂര്യ സാറ് ഉള്ള കാര്യങ്ങളോ, പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്ന അത്രയും എക്സ്ട്രീം ലെവലിൽ ഞാൻ മാത്രം പറയത്തുള്ളൂ പുള്ളി ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പുള്ളി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളി വരുന്നതിനൊക്കെ തീം സോങ് അല്ലെങ്കിൽ BGM അടിപൊളിയായിട്ടുണ്ട്. ഇതിന് സൗണ്ട് എക്സ്പീരിയൻസ് നല്ല പടമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് 2024 കാണിക്കുകയും ബാക്ക് ടു 2017 കാണിക്കുകയും നമ്മൾ ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 കുത്തി കയറ്റി കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതെന്തുപോലെ ഇടയ്ക്ക് കുത്തി കാണാം, ഇപ്പോൾ ദിശ പാടിൻ്റെ അവിടെ ഡാൻസും പോപ്പും ഇതിനകത്ത് കാണിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സൂര്യ സാറിൻ്റെ ആ ഒരു ആക്ടിങ് സ്കില്ല് കാരണം ആ പടം 2 മണിക്കൂർ കൂടുതൽ ചടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ പുള്ളിയോട്ടാണ് ഞാൻ ഇരുന്ന് കണ്ട് ലാസ്റ്റ് എന്തുമായിരിക്കും എങ്ങനെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, മേക്കപ്പ്, ആ സ്റ്റുഡിയോ വർക്ക്, ഗ്രാഫിക്സ്, എഡിറ്റിങ്, പടം ഇരിക്കുന്നത് സൂര്യ സാർ ഈ ഇത്രയും കാര്യമായിട്ട് ആ പടം നിന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ബോബി സാറിൻ്റെ കാര്യം. പുള്ളിക്കാരൻ്റെ ആ മേക്കപ്പും പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്ട്രീം ലെവലാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഹിന്ദി നടൻ കൂടെ ആണല്ലോ. അപ്പം ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒത്തിരി പാടാണ്. പിന്നെ കുറച്ച് പറഞ്ഞു കൊടുക്കാനും സമയം എന്തായാലും എടുക്കും. പുള്ളി ശ്യാമ ചെയ്യുന്ന രീതിയിൽ പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും എന്നാ ഞാൻ ഉദ്ദേശിച്ച കാര്യം. എന്തായാലും ഈ പടം എല്ലാവർക്കും ചെന്ന് കാണാം. ഞാൻ ഒരിക്കലും പറയത്തില്ല മോശമാണെന്ന്, നല്ല പടം തന്നെ. പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ആ പണ്ടത്തെ സൂര്യയുടെ അത് വെച്ച് മാത്രം പോയായിരുന്നെങ്കിൽ നല്ലതായിട്ട് മാറുന്നതാണ്, നല്ല പടമായിട്ട് മാറിയാണ് സത്യം പറഞ്ഞാൽ.
കാരണം ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ 2024 ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ദിശ പാട്ടാണിയും പോലെ ആൾക്കാർ ഉള്ള കാര്യമുണ്ടായിരുന്നു. ഈ കൊള്ളത്തിലായിരുന്നു. സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം. ഞാൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ആ 20 മിനിറ്റ് ഇവരെ ഈ എന്താ പറയുക, ആ സ്പൂഫും പരിപാടിയും കാര്യങ്ങളിലേക്ക് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അമ്മാതിരി രീതിക്കായിരുന്നു, വെറുപ്പില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെയാണ് ആൻഡ്രോയിഡൊക്കെ സൂര്യയുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഫൈറ്റ് സീനിങ് നല്ലതായിരുന്നു. പിന്നെ സൂര്യയുടെ ആ ക്ലോസപ്പ് സീനൊക്കെയും കുറച്ച് ക്യാമറ വർക്ക് അടിപൊളിയാണ് കേട്ടോ. അവർ ഏറെ രീതിക്ക് ഇടക്കുന്നത് അവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ കാര്യം ഞാൻ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും എല്ലാവരും പോയി പടം കാണുക. പിന്നെ നല്ല പടം തന്നെ, ഫാമിലിയോട് പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം നന്ദി, നമസ്കാരം.